ഉച്ചയ്ക്ക് ഞങ്ങൾ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടുന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവള് മിഴി ഞാനും കൂടി കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന പ്രൊമോട്ട് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാണ്ട് കുറച്ച്, പിന്നെ സ്റ്റുഡിയോന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ പ്രിൻറ്റ് മേടിച്ചിട്ട് ഇറങ്ങാണ് പ്രൊമോട്ട്. ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾ ഇനി വേറൊരു ബാങ്കിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്കുള്ളൊരു ഇതാണ്, നല്ല പാടവും ഒക്കെ കണ്ടപ്പോൾ എടുത്താണ് കേട്ടോ. അത് വാഴയും പാടവും വെള്ളമൊക്കെ, നല്ല വേനൽക്കാലമല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ നിറച്ച് ബോഗൻവില്ലോളാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ്. ഞങ്ങൾ ബാങ്കിൽ പോയി ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂൾ ബാർ കയറിയതാണ് കേട്ടോ. അപ്പോൾ പ്രമോട്ടൻ കാപ്പിയാണ് ഓർഡർ ചെയ്തത്, ഞങ്ങൾ രണ്ടാളും ഫ്രൂട്ട് സാലഡ്. ഇവൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സാലഡ് വന്നു. അപ്പോൾ 34 ഈ ഐസ്ക്രീം മാത്രമാണ് നോട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമാണ് അവൾ കഴിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഇങ്ങനെ വെറുതെ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് അവളത് അച്ഛന് കൊടുത്തു. അവൾക്ക് അത് വേണ്ട, അത് കഴിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്റ്റോപ്പ് കുറച്ചും കൂടി പോന്നപ്പോൾ പിന്നെയും ഞങ്ങൾക്ക് വെള്ളത്തേത് അയച്ചു. അപ്പോൾ എന്താ ചെയ്യാൻ, ഇമാതിരി വെയിലല്ലേ. അപ്പോൾ ഞങ്ങൾ പിന്നെയും വെള്ളം കുടിക്കാൻ കയറി. എന്നിട്ട് അവിടെ കയറി നാരങ്ങ സോഡ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രൊമോട്ടിന് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ സോഡ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നല്ല രസമുണ്ടെന്നാണ് ഇപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിയും കുടിക്കുന്നുണ്ട്, ഞാനും കുടിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഒരു ഗ്ലാസ് എത്ര ദാഹം ഉണ്ടെങ്കിലും ഇങ്ങനെ വലിയൊരു ഗ്ലാസ്സൊന്നും എനിക്ക് കുടിക്കാൻ വയ്ക്കില്ല കേട്ടോ. കുറച്ചായിട്ട് കുടിക്കാൻ വയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് അതൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മൊത്തം ഇങ്ങനെ വെയിലത്തുള്ള യാത്രയോട് പറ്റ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എളുപ്പത്തിനൊരു കറി ഉണ്ടാക്കണമെന്നാണ് ഈ പരിപ്പ് കറി. അപ്പോൾ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ പരിപ്പ് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ട്. പരിപ്പ് സാധാ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ വലിയ സവാളയും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അത് ചതച്ചിട്ടിട്ടിട്ട് അതിലേക്ക് പരിപ്പ് ഒഴിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടും. ലാസ്റ്റാണ് ഞാൻ ഉപ്പ് ചേർക്കാറ്. അങ്ങനെ പരിപ്പ് കറി ഉണ്ട്. പിന്നെ ഒന്ന് കുറച്ച് മീനുണ്ട്, മീൻ വറുത്തതുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ, സി യു.